ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് GNM ആൻഡ് ANM LBS 2025 പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ് മെയിൻ റാങ്ക് ലിസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇത് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. നാളെയാണ് പബ്ലിഷ് ചെയ്യുന്നത് മെയിൻ റാങ്ക് ലിസ്റ്റ്. നാളെ വൈകിട്ട് 3 മണിക്ക് ശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ആരൊക്കെയാണോ വന്നിട്ടുള്ളത് അവർക്ക് മാത്രമായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ആരെങ്കിലും ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയോ എറേഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൊണ്ടും, അല്ലെങ്കിൽ നിങ്ങൾ കറക്ഷൻ ചെയ്തത് ശരിയാകാത്തത് കൊണ്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയി എന്നത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു കോഴ്സസിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വരുന്ന റാങ്ക് ലിസ്റ്റും 3 റാങ്ക് ലിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഒന്ന് സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്കും, 2 നോൺ സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്കും, 3 ANM കോഴ്സിന് വേണ്ടി ആപ്ലിക്കേഷൻ കുട്ടികളുടേതുമായിരിക്കും. അതുപോലെ തന്നെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റും ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്രയും കോളേജസിലായിരിക്കും നിങ്ങൾക്ക് നാളെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. 2025-26 GNM മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അവിടുത്തെ സീറ്റ് വാക്കൻസിയും ഫീസും ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരം, അതുപോലെ കോഴിക്കോട്, കോട്ടയം എന്നീ 3 ജില്ലകളിൽ 30 സീറ്റുകൾ വീതമാണുള്ളത്. ഇത് SC വിഭാഗക്കാർക്ക് മാത്രമാണ് വരുന്നത്. ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് വരാം, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോളേജിലേക്ക് നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് ചിലപ്പോൾ ജനറൽ കാറ്റഗറി ആയിരിക്കാം, മുസ്ലിം കാറ്റഗറി ആയിരിക്കാം, മറ്റേതെങ്കിലും കാറ്റഗറി ആയിരിക്കാം. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവിടേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് SC ST വിഭാഗക്കാരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയാൽ പോലും അത് ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായി. ഫീസ് വരുന്നത് എല്ലാ കോളേജസിലും 5300 രൂപ തന്നെയാണ്. GNM കോഴ്സ് ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ സീറ്റും ഫീസ് സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം 33 സീറ്റ്, കൊല്ലം 30 സീറ്റ്, പത്തനംതിട്ട 27 സീറ്റ്, ആലപ്പുഴ 30 സീറ്റ്, ഇടുക്കി 25 സീറ്റ്, കോട്ടയം 26 സീറ്റ്, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്നും തന്നെ നമുക്ക് SC ST എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിന് ഇവിടെ കൊടുക്കാൻ സാധിക്കും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ഓരോ ജില്ലകളിലും ഉള്ള സീറ്റ് വാക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ഫീസ് 5300 രൂപ തന്നെയാണ്. അതുപോലെ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ SC ആൻഡ് ST കൊല്ലം ആശ്രമം, ഇവിടെ SC ആൻഡ് ST സ്റ്റുഡൻസിന് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിന് കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, കൊല്ലം, ഈ പറയുന്ന എല്ലായിടത്തും തന്നെ, അതായത് SC ST കാറ്റഗറിക്ക് മാത്രം എന്ന് എഴുതാത്ത ആ ഒരു പോർഷൻസിലുള്ള എല്ലാ കോളേജസിലേക്കും ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ANM കോഴ്സാണ്, ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളാണ്. അതുപോലെ സീറ്റുകളും ഫീസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 കോളേജസ് ആണുള്ളത്. JPHN ട്രെയിനിങ് സെന്റർ, തൈക്കാട്, തിരുവനന്തപുരം. സീറ്റ് 20 ആണ് വരുന്നത്. ഇവിടെ SC ST വിഭാഗത്തുകാർക്ക് മാത്രമാണ് കൊടുക്കുന്നത് ഈ സീറ്റ്. നിങ്ങൾ വേറെ കാറ്റഗറീസ് ഇവിടെ ഓപ്ഷൻ വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെയും ഫീസ് 5300 രൂപയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഗവൺമെന്റ് അതുപോലെ തന്നെ JPAN സെന്റർ കോട്ടയമുണ്ട്, പാലക്കാടുണ്ട്, കാസർഗോഡുണ്ട്. അവിടെയുള്ള സീറ്റ് വാക്കൻസി കൊടുത്തിട്ടുണ്ട്, നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ SC ST വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അപേക്ഷകർക്ക് ഫീസ് ഇളവിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫീ കൺസെഷന് വേണ്ടിയിട്ടുള്ളത്, ഗ്രാന്റ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ഡോക്യുമെന്റ്സ് SC ST കാറ്റഗറി സ്റ്റുഡൻസിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഏതൊക്കെയാണ് ആ ഡോക്യുമെന്റ്സ് എന്നുള്ളതെല്ലാം തന്നെ പ്രോസ്പെക്ടസിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിസർവേഷൻ വേണം എന്നുള്ള രീതിയിലും ഫീ കൺസെഷനും വേണം എന്നുള്ള രീതിയിലുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കോളേജിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. നമുക്ക് 3 അലോട്ട്മെന്റുകളാണ് വരുന്നത്. ശേഷം സീറ്റ് വാക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റുകൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ GNM ആൻഡ് ANM കോഴ്സിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ഫീസ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം വേണം വെയിറ്റ് ചെയ്യാനായിട്ട്.
പല രീതിയിൽ റിസർവേഷൻ ഉണ്ട്. അനാഥ കുട്ടികൾക്കുള്ള റിസർവേഷൻ ഉണ്ട്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടി റിസർവേഷൻ ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെയുള്ള റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത ആൾക്കാരായിരിക്കണം. അതുപോലെ SC/ST സ്റ്റുഡൻസിനാണ് കൂടുതൽ റിസർവേഷൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാറ്റഗറി സ്റ്റുഡൻസ് ഏതെങ്കിലും സീറ്റുകളിൽ ഇല്ല എന്നൊരു അവസ്ഥ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിലേക്ക് പോകുന്നതുമാണ്. എല്ലാ അലോട്ട്മെന്റുകളും കഴിഞ്ഞ് ചിലപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റിലൊക്കെ ആയിരിക്കാം SC വിഭാഗത്തിലെ ഒരു കുട്ടി പോലും ഒരു സീറ്റിലേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് കാറ്റഗറി സ്റ്റുഡൻസിനെ അതിലേക്ക് പരിഗണിക്കുന്നതുമാണ്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് അടുത്ത മെയിൻ റാങ്ക് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുക. മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. തന്നെ നിങ്ങളോട് വളരെ പ്രത്യേകമായി പറയുകയാണ്, നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡ്, ആപ്ലിക്കേഷൻ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ മിസ്സാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പല കുട്ടികളും ചോദിച്ചതാണ് എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. GNM എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ മാർക്കുകൾ 300-നാണ് കൂട്ടുന്നത്. അതുപോലെ തന്നെ നോൺ സയൻസിലുള്ള സ്റ്റുഡൻസ് ആയാലും അതുപോലെ 3 കോർ വിഷയങ്ങളുടെ മൊത്തം മാർക്ക് 300-ലാക്കിയായിരിക്കും നോക്കുന്നത്. എന്നാൽ ANM-ന് വേണ്ടി നോക്കുന്നത്, ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫറി കോഴ്സിന് വേണ്ടി നോക്കുമ്പോൾ ടോട്ടൽ 1000 മാർക്കിനാണ് നോക്കുന്നത്. ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. തന്നെ നിങ്ങളുടെ ഏജും ഇതിനകത്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഏജ് കൂടിയ ആൾക്കാർക്കായിരിക്കും പ്രയോറിറ്റി വരുന്നത്, അതിനുശേഷമായിരിക്കും ഏജ് കുറഞ്ഞ ആൾക്കാർക്ക് പ്രയോറിറ്റി വരുന്നത്. കുട്ടികളുടെയും ഡൗട്ടാണ്, ടൈപ്പ് ആയിട്ട് പല മാർക്കും വരാം. ചില കുട്ടികൾക്ക് 300-ന് 300, അതേ സെയിം ആയിട്ട് 300-ന് 300 ഉള്ള ബാക്കി കുട്ടികൾ കാണും. പക്ഷെ അവരുടെ റാങ്ക് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ എന്നത് നോർമലി സ്റ്റുഡൻസിന് വരുന്ന ഒരു ഡൗട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഇൻഡെക്സ് മാർക്കിന്റെ കാൽക്കുലേഷനും അതുപോലെ ഇത് ടൈപ്പ് വരുമ്പോൾ ഏജും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ മാർക്ക് അങ്ങനെയുള്ള മാർക്കുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നോക്കാറുണ്ട്. അങ്ങനെയാണ് ആ ടൈപ്പ് ഒന്ന് ബാലൻസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ഇൻഡെക്സ് മാർക്കിന്റെ ഈ ഒരു ടൈപ്പും രീതിയും എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് LBS-ൽ എന്നതൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് അതെല്ലാം നമ്മുടെ പ്രോസ്പെക്ടസിൽ വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് എടുത്തു പറയാനുള്ള കാര്യം, കഴിഞ്ഞ വർഷങ്ങളിൽ DHS, DME എന്ന സൈറ്റുകളിൽ കൂടിയായിരുന്നു GNM, ANM കോഴ്സസിന്റെ അഡ്മിഷൻ നടന്നത്. ഈ വർഷമാണ് LBS വെബ്സൈറ്റ് ത്രൂ ഇങ്ങനെ ഒരു കോഴ്സിന്റെ അഡ്മിഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഉടനടി ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.